ബിഗ് ബോസ് ഹൗസിലേക്ക് വന്ന 5 വൈൽഡ് കാർഡ് എൻട്രികളിൽ ഒരാളാണ് സെലിബ്രിറ്റിയും ഇന്റർവ്യൂറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായിട്ടുള്ള മസ്താനി. ആദ്യ ദിവസം മുതൽ തന്നെ സദാചാര കുത്തിത്തിരിപ്പും പേഴ്സണൽ അറ്റാക്കും നടത്തുന്ന മസ്താനി ക്വാളിറ്റി ഇല്ലാത്ത മത്സരാർത്ഥിയാണ് എന്നാണ് പൊതുവെയുള്ള വിമർശനം. വന്ന ദിവസം നടന്ന ടാസ്കിലെ BP ഹൗസിൽ നിൽക്കാൻ യോഗ്യതയില്ലാത്തയാൾ രേണു സുധിയാണെന്ന് പറഞ്ഞ മസ്താനി അന്ന് തന്നെ ഇക്കാര്യം വീണ്ടും എടുത്തിട്ടു. ഇത്തവണ അത് വ്യക്തിപരമായിട്ടുള്ള ആക്രമണമായിരുന്നു. രേണു സുധി വിധവാ കാർഡ് എടുക്കുന്നു എന്ന് പറഞ്ഞായിരുന്നു ആക്രമണം. തന്റെ ഭർത്താവിനെ പറ്റി പറയണ്ട എന്ന് പലതവണ രേണു പറഞ്ഞെങ്കിലും മസ്താന് സുധി മരിച്ചല്ലോ, പിന്നെ എന്തിനാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ കാര്യം പറയുന്നതെന്ന് പ്രകോപിച്ചു. ഇതിനുശേഷമായിരുന്നു സദാചാരവാദം. ആര്യനും ജിസേലും പുതപ്പിനിടയിൽ അരുതാത്തത് ചെയ്തു എന്നുള്ള കാര്യം വന്ന സമയം മുതൽ മസ്താനി പറയുന്നുണ്ട്. ഹനുമോൾ ഈ ഒരു ആരോപണം ഉയർത്തിയത് മസ്താനിയുടെ വാക്ക് കേട്ടാണ്. അതിനുശേഷം ഡെമോ ചെയ്ത് കാണിക്കാൻ അനുമോളെ സഹായിച്ചതും മസ്താനിയാണ്. സദാചാരവാദത്തിന് ശേഷം കുത്തിത്തിരിപ്പ് അനുമോളോട് ചെന്ന് ശൈത്യയെ പറ്റി മസ്താനി പറയുകയാണ്. സുഹൃത്ത എന്നിട്ട് ശൈത്യ പിന്നിൽ നിന്ന് കുത്തുകയാണെന്ന് മസ്താനി പറയുന്നു. തുടക്കം മുതൽ തന്നെ ഇങ്ങനെയാണെന്ന് മസ്താനി പറയുമ്പോൾ അനുമോളും കരയുന്നുണ്ട്. ഇതിനിടെ റെനയുടെ കാമുകനെ പറ്റിയും മസ്താനി പറയുന്നുണ്ട്. ഇത് കേട്ട് റെനയും കരയുകയാണ്. സദാചാരവാദവും പേഴ്സണൽ അറ്റാക്കും അല്ലാതെ മസ്താനിക്ക് വേറെ ഗെയിം ഒന്നുമില്ല എന്നാണ് ഉയരുന്ന വിമർശനം. ബിഗ് ബോസ് വീട്ടിൽ നിൽക്കാൻ യോഗ്യതയില്ലാത്തയാളാണ് മസ്താനി എന്നും പ്രേക്ഷകർ കുറ്റപ്പെടുത്തുന്നു. നിരവധി സെലിബ്രിറ്റി അഭിമുഖങ്ങൾ ചെയ്തിട്ടുള്ള അവതാരകയാണ് മസ്താനി എന്ന അൻവറ സുൽത്താൻ.